ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലീസ് മാത്യു. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം എന്നാണെന്നറിയാമോ? നിങ്ങൾ മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കാണാറുണ്ടോ? അപ്പം അതിനകത്തൊരു സുതിമോൾ MC പെർഫോം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ? എനിക്ക് ആ കുട്ടി വന്ന് പെർഫോം ചെയ്യുന്നത് കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അത് ഒരുപാട് ഹാർഡ്ഷിപ്സിൽ കൂടെ പോകുന്ന ഒരു കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സുതിമോളെ ഒന്ന് പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ എരമല്ലൂർ എന്ന് പറയുമ്പം ആലപ്പുഴയ്ക്കടുത്തുള്ള എരമല്ലൂരാണ്. കാരണം ഇവിടെ പുതുപ്പള്ളിക്കടുത്ത് ഒരു എരമല്ലൂരുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അവിടെ ഞാൻ പോയി സുതിമോളെ കണ്ടു. ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ഞാൻ സുതിമോളുമായിട്ട് ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ കൂടെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ സുതിമോളെ കാണാനായിട്ടുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെന്നാൽ, ആ കുട്ടി ഒരുപാട് വിഷമത്തിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടും ആ കുട്ടി സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ എന്തോ ഒരു പ്ലസൻ്റ് ആയിട്ട്, എന്തോ ഒരു സന്തോഷമായിട്ടുമാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത്. ആ ലൈഫിനെ അത്രയും വിഷമസ്ഥിതിയിൽ, ഞാൻ സുതിമോളുടെ വിഷമസ്ഥിതി ഒന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പുള്ളിക്കാരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചിരിയിൽ വന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ വീഡിയോസിൽ പുള്ളിയുടെ എല്ലാ ജീവചരിത്രങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷെങ്കിൽ ആ കുട്ടി അത്രയ്ക്കും വിഷമത്തിൻ്റെ ഇടയിലും ചിരിച്ച മുഖവുമായിട്ടിരുന്നതാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത്. കാരണം ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ അല്ലേ അത്. എന്തോ ഒരു വിഷമത്തിൽ കൂടെ പോയി, ഒരു വീട് പോലും ഇല്ലാതെ വെള്ളക്കുഴിയിൽ ജീവിച്ച ആ കുട്ടി ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ മോട്ടിവേഷൻ പിന്നെ എന്ത് വേണം? അതുകൊണ്ട് ആ പ്രത്യാശയോടുകൂടി ആ കുട്ടി ജീവിച്ചു. വിഷമത്തിൽ കൂടിയൊക്കെ പോയി, പ്രയാസങ്ങളിൽ കൂടിയൊക്കെ പോയി എന്ന് പറഞ്ഞെന്നാലും ആ ഒരു മോട്ടിവേഷനും ആ സന്തോഷവും അതാണ് നമ്മൾക്ക് വേണ്ടത്. കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായിട്ട് എടുത്തു. വിഷമങ്ങൾ വന്നപ്പോൾ വിഷമിച്ചു, പക്ഷെ എന്നാലും പോസിറ്റീവായിട്ട് എടുത്ത് നല്ലൊരു ബേസ് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു നല്ലൊരു വാടക വീട്ടിലോട്ട് പോയി, നല്ലൊരു വാടക വീട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ട് സ്മോൾ ആയിട്ടുള്ളൊരു വാടക വീട്. പക്ഷേ അവിടെ ചെന്ന് പെട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു വിധത്തിൽ ഞാൻ അവിടെ ചെന്നു. അയ്യോ, അവിടെ അവരൊക്കെ നല്ല ആൾക്കാരാണ്. എനിക്ക് ചെറിയൊരു വഴിയിലാണ്, വണ്ടി തിരിക്കാനൊക്കെ വിഷമമായിരുന്നു. 4 പേര് 4 വീലിൻ്റെ അവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞു തന്നു എങ്ങനെ തിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സേഫായിട്ട് തിരിച്ച് കോട്ടയത്തെത്തി. അപ്പോൾ സുതിമോളുമായിട്ടുള്ള എൻ്റെ സംഭാഷണത്തിന്റെ ചില ശകലങ്ങൾ കേട്ടോളൂ. പാവപ്പെട്ടതാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല കേട്ടോ, കാരണം പാവപ്പെട്ടതൊന്നുമല്ല. പക്ഷേ നമ്മൾ ആ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ഇത്രയും ബുദ്ധിമുട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വെള്ളക്കുഴിയൊക്കെ ആയപ്പോഴത്തേന് ശരിക്കും ആ ബുദ്ധിമുട്ടിലൊക്കെ കഴിയുമ്പോൾ സുതിമോൾ വന്നു കഴിഞ്ഞിട്ട് നല്ല ചിരിച്ചൊക്കെ ഓർക്കാനും പറയും. വിഷമമൊന്നും ഇല്ലായിരുന്നോ? എങ്ങനെയാ ജീവിച്ചത്? അതെന്നാന്നറിയാമോ? എല്ലാരും എന്നോട് ചോദ്യം സുതിമോളെ വിഷമമില്ലേന്ന്. വിഷമമില്ല, വിഷമമുണ്ട്. പക്ഷെ ഞാൻ ഇതിലും കഷ്ടകാലത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പൊ ഇതെനിക്ക് വലിയ ഭാരമായിട്ട് തോന്നി. എനിക്കിന്നൊരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത്രയും വിഷമത്തിലൊക്കെ 3 പിള്ളേരെയും വളർത്തി ഒക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല ചിരിച്ച മുഖത്തോടെ ഇരിക്കണമെങ്കിലേ അതിന് ശരിക്കും ഒരു ജീവിതത്തിനെ നല്ലൊരു പോസിറ്റീവായിട്ട് എടുത്ത് ഒരു സന്തോഷം കണ്ടിട്ട് തന്നെയാണല്ലോ എന്നുള്ള വിചാരിച്ചപ്പോൾ ഞാൻ കണിശമായിട്ട് എനിക്കൊന്ന് തിരക്കണം. ഇത് എങ്ങനെയാണ് സന്തോഷമായിട്ട് നമുക്ക് വിഷമമൊക്കെ വരും ഇല്ലേ? പറഞ്ഞാലും മഴക്കാലത്ത് ചെളിയല്ലത്, അത് എപ്പോഴും അവിടെ അങ്ങനെയാണ്. 24 മണിക്കൂറും അവിടെ ആ ചെളിയാണ്. അതായത് മഴയത്ത് വരുന്ന ചെളിയും വെള്ളമൊന്നും അല്ല. അതിനകത്ത് ആ ചിരി ഉണ്ടായിരുന്നല്ലോ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുമല്ലോ. ഞാൻ വിചാരിച്ച വേറൊന്നുമില്ല. അത് പറയാൻ കാരണം വേറെ, എന്നെപ്പോലെ അച്ഛനും അമ്മയും ആരും ഇല്ലാത്തവര് ഇതുപോലെ പോയി പെട്ട് കഴിഞ്ഞാൽ അവരൊന്ന് പേടിക്കണം. ഇത് നാളെ ഒരു കാലത്ത് അവർക്ക് ഇങ്ങനെ അവസരം കിട്ടി ഞങ്ങളെപ്പറ്റി പറയുമല്ലോ, എന്നെപ്പോലെ ഗതികൾ ഒരു കൊച്ചിക്ക് ഉണ്ടാകുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അതീപ്പിന്റെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് കഴിഞ്ഞ സമയം ചേട്ടയുടെ പെങ്ങളെ വിളിച്ചിട്ട് തിരുന്നായിരുന്നു. ചേട്ടാനെ വിളിച്ചില്ല, ചേട്ടാനും ഒരു ബാക്കിയല്ലായിരുന്നു. ചേട്ടായി എനിക്ക് പ്രശ്നമൊന്നും കേട്ട് പറഞ്ഞു, നമ്മളില്ലേ നമ്മള് മതി എന്നൊക്കെ ചേട്ടൻ പറഞ്ഞാലും ഇവിടെ മാറിന്ന് കരയുന്നത് ഞാൻ കാണുന്നില്ല. നമുക്ക് വിഷമമായിരിക്കും. എനിക്കിപ്പോ എങ്ങനെയായാലും ഒന്ന് പെര വെച്ചിട്ട് ഇവരായിട്ട് ഇവരുടെ മുന്നിൽ, കാരണം എന്നെ കെട്ടിയതുകൊണ്ടാണ് മനുഷ്യൻ 1 സെന്റ് ഭൂമി പോലും കൊടുക്കാത്ത സഹായം. അതുകൊണ്ട് വേറെ ആളെ കെട്ടിയെങ്കിൽ ചേട്ടാക്കി ഇത്ര നിലയിക്കുന്ന എന്നെ കെട്ടണ്ടേ മനുഷ്യൻ ശരിക്കും കെട്ടണമെന്നില്ല. എനിക്കറിയാം.
നല്ല ഇതുവരെ ഇനി എൻ്റെ ഇതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ആ മനുഷ്യൻ ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് കയറി കിടക്കുന്ന ഒരു പെരയും പിന്നെ ഞാനിപ്പോൾ നോക്കണം. ആ സമയത്ത് ദൈവം തന്നെ വേറെ വിധത്തിൽ ഒരിക്കലും പറഞ്ഞു സാരമില്ല. അത് നമുക്ക് ചില ഇതൊക്കെ വരുന്നതൊക്കെ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. ഇത്രയും പ്രശ്നങ്ങളിലെല്ലാം ചിരിച്ചോണ്ട് നിന്നില്ലേ അങ്ങനത്തെ കേട്ടോ തൂങ്ങല് ചാകല് അങ്ങനത്തെ ഒന്നും പറയരുത്. ആരെന്നാ പറഞ്ഞു ഇപ്പൊ അത്ര നമ്മൾ സഹിക്കുകയാണ്. ഇത്ര വർഷമായിട്ട് നമുക്ക് കിടപ്പാടവും ഇല്ല. ഞാൻ പഞ്ചായത്തിൽ കൊണ്ട് അപേക്ഷിച്ച് പെരയ്ക്കാണ് വെച്ച് അച്ഛൻ ചെന്ന് എഴുതി കൊടുത്തതിന് അച്ഛൻ്റെ സ്ഥലമില്ല, പെരയ്ക്ക് പറ്റത്തില്ലെന്ന് എഴുതി എനിക്ക് പെര വേണ്ടെന്ന് എഴുതി. അപ്പം അത് ക്യാൻസലായി. നമുക്ക് ഇവർക്ക് ഇങ്ങനെ സ്ഥലം ഉള്ളതുകൊണ്ട് വേറെ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നത് നമുക്ക് സ്ഥലം കിട്ടും. അപ്പൊ എല്ലാം കൂടെ നമുക്ക് ചെറിയ സ്ഥലമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനൊന്നും ആവശ്യമില്ല സുതിമോളെ. ഇപ്പൊ ഇനി വാടകയ്ക്ക് കിടക്കാനായിട്ടുള്ളതായി, വാടക കൊടുക്കാനായിട്ടുള്ള കാശൊക്കെ ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുമല്ലേ. അത് ഭംഗിയുണ്ട്. കാരണം എല്ലാരും കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത്. ഇപ്പൊ നമ്മളുള്ളവർ ഇത്രയും നാളും കഷ്ടപ്പെട്ടു. ഇനിയിപ്പം അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങ് പോകും കേട്ടോ. അതിനകത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. സുതിമോളുടെ സ്വന്തം വീട് എവിടെയാ? കോട്ടയം തിരുവഞ്ചൂര്. കോട്ടയം തിരുവഞ്ചൂരാണോ? ഞങ്ങള് കോട്ടയംകാരാ. കോട്ടയം തിരുവഞ്ചൂര്. ഞങ്ങള് കോട്ടയത്തൊന്നും വരെ ഞങ്ങള് പാമ്പാടി വരെ ഒന്ന് പോയി. ഒരു കൊച്ചിനെ നമുക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് കോട്ടയത്ത് ഭയങ്കര ട്രാഫിക്. അതാ താമസിച്ചത്. ഇവിടുന്ന് ഞാൻ കാർ എങ്ങനെ തിരിക്കുമെന്നുള്ളതാ ഓർക്കുന്നത്. അയ്യോ അത് അതിൽ അങ്ങനത്തെ എനിക്ക് അവർ പോസിറ്റീവ്. കാരണം ഇതൊക്കെ മനുഷ്യനെ കണ്ടുപിടിക്കണേ. ഞാന് സുതിമോളെ എനിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വിഷമങ്ങൾ എനിക്കറിയാം. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഉള്ള സംഭവം. ഞാൻ എന്തോ ഒരാള് തന്നെ എനിക്കറിയാം. ഭക്ഷണത്തിന് പോലും ഞാൻ അപ്പുറത്ത് വിളിച്ചെന്നിട്ടുണ്ട്. രണ്ടാമത് ഒത്തിരി പറയാൻ പറ്റാത്ത ഒത്തിരി അനുഭവം എനിക്കുണ്ടാകും. സാറിയില്ല, അതെല്ലാം പോട്ടെ. ഞാനറിയാം അതൊക്കെ നമ്മൾ വിട്ടുകളയണേ. മറക്കാനായിട്ട് പറ്റത്തില്ല. മറക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഞാനിപ്പോ നമ്മള് വന്ന വഴിയൊക്കെ പറഞ്ഞ ആൾക്കാർ നീ എന്തിനാ ദാരിദ്ര്യം പറഞ്ഞ കാശ്, പക്ഷെ ദാരിദ്ര്യം പറഞ്ഞ കാശുണ്ടാക്കാൻ നല്ല ശരിയാണ്. അതെങ്ങനെ പറഞ്ഞാലും എങ്ങനെ എന്റെ പറഞ്ഞു പോകും. അത് ഞാൻ അറിഞ്ഞോണ്ട് പറയാൻ നല്ലത്. ഇല്ല അത് അന്നേരം ഞാൻ പറഞ്ഞത് ഇതുപോലെ കഷ്ടപ്പെടുന്നവർ കൂടുതൽ പേര് കാണുമായിരിക്കുവേ. കൊണ്ട് നമുക്കറിയത്തില്ലല്ലോ. ഇപ്പൊ സുതിമോള് പോലും ഇങ്ങനെ വിഷമിക്കുന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് ഈ കൊച്ച് നല്ല ചിരിച്ച മുഖമായിട്ട് ഇങ്ങനെ ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നല്ല ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെയൊക്കെ പറയുന്നു. അത് അങ്ങനെ പറയുമ്പോഴത്തേനും അതിന് നല്ലൊരു ഇതല്ലേ. ആളുകളൊക്കെ എന്നാണെന്ന് അറിയാമോ, ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലൊന്നേ ഈ പൈസക്കാരുടെ കാര്യമൊക്കെ ഞാൻ പറയുന്നത്. അവർക്ക് പിന്നെ അതിനെക്കുറിച്ച് പറയുണ്ടാത്തപ്പോ ഇച്ചിരി കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സുതിമോളെ പോലെയൊക്കെ ഉള്ളവർക്ക് ഭക്ഷണത്തിനും പാർപ്പിടത്തിനുമായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ ഇതൊക്കെ ചുമ്മാതെയാ അല്ലേ അങ്ങനെ. അപ്പൊ അന്നേരം ഞാൻ ഓർക്കും ഇത് ശരിക്കും എനിക്ക് ഈ കൊച്ചിനെ ഒന്ന് കാണണം എന്നുള്ള ഇതിന് ഞാൻ വന്നതാ കേട്ടോ. വളരെ സന്തോഷമായി പോയി. അതുപോലെ ഈ ഒന്നിനും വിഷമിക്കണ്ട. പിള്ളേർക്ക് മിടുക്കരായിട്ട് പഠിക്കണം കേട്ടോ. എന്നൊക്കെ ആകാനാ ഇഷ്ടം? ഡോക്ടറാണോ? എന്നാ കുഴപ്പം നല്ല മിടുക്കിയായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. കാരണം നിങ്ങൾ വിഷമത്തിൽ കൂടിയല്ലേ പോയേ. അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടില്ലേ. അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. എനിക്ക് വേറൊരു ഇത് വന്നതെന്നറിയോ, ഞാൻ എന്റെ വീടിന്റെ ഇത് കാണിച്ചു. ഞാൻ എന്റെ വീട്ടിലെ ജോലിക്കൊന്നുമില്ല, അല്ലെങ്കിൽ എന്റെ ഇവിടെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞൊന്നല്ല ഞാൻ വീഡിയോ ചെയ്തത്. ഞാനെല്ലാം എല്ലാ സാധനം എന്റെ ഉള്ള കാര്യങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഞാൻ. അല്ലാതെ ഞാൻ എനിക്ക് ഇവിടെ പൊളിഞ്ഞു കിടക്കുകയാണ്, എനിക്ക് ഷീറ്റില്ല, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. അത് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് അത് ഒത്തിരി കയറി മില്ലിൽ അടിച്ച് ചെയ്തപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പറയുന്നത് 100 രൂപ ചാർജ് ചെയ്യാനോ സ്ഥലം മേടിക്കാൻ പൈസ അടക്കം പറഞ്ഞത്. ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കൊടുക്കാൻ ഞാൻ കൊടുത്തില്ല. 2 വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്കും ഫിലോക്കാലി ഫൗണ്ടേഷൻ അവർ എന്നെ വിളിച്ചിട്ട് പേര വെച്ചതാണ്. അപ്പോൾ അവർ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സുതിമോളെ സഹായിക്കാൻ. എല്ലാവരും പറഞ്ഞു സുതിമോളെ സഹായിക്കാൻ എന്തോരം ആൾക്കാർ പറയുന്നുണ്ട്. കൊച്ചി സഹായം വേണമെന്നൊരു വാക്ക് പറയാൻ അത് ശരിയാകുമായിരിക്കും തോന്നുന്നു. അപ്പൊ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഞാനപ്പോ എന്റെ മക്കൾക്ക് കയറി കിടക്കാനൊരു വീട് ആ ഒരു മെമ്പർ മതി. പിന്നെ മക്കളോട് നെഗറ്റീവ് പറയുന്ന ചിന്തയിലോട്ട് പോയി. ഇപ്പൊ ഉണ്ട് സുതിമോളെ നെഗറ്റീവ് പറയുന്നതിനകത്ത് ഒന്നും ഓർക്കണ്ട. പറയുന്നവര് പറഞ്ഞു വെച്ചു പോട്ടെ. കമന്റ് ഇടുന്നവരെ കാണാനേ പോകും, നോക്കുകയും ചെയ്യരുത്. മനസ്സിലായോ? കമന്റ് ഇടുന്നവർ ഇപ്പൊ നമുക്കിപ്പോ ചെറിയൊരു അഭിവൃദ്ധി ആയെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ആളുകൾ നെഗറ്റീവ് അടിക്കാനായിട്ടുണ്ട് നമ്മളെ ഒന്നൊന്ന് താഴ്ക്കാനായിട്ട്. അപ്പൊ നമ്മൾ വിഷമിക്കുന്നെന്ന് പറയുമ്പോഴാണ് അവർ രക്ഷപ്പെടുന്നത്. എനിക്കാരും കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. ഇനിയിപ്പോ ഞാൻ എങ്ങനെ വണ്ടി തിരിച്ചെടുക്കും എന്നുള്ളതാണ് കുഴപ്പം. ഇതിനോടകം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ ഡോക്ടർ ആലീസ് മാത്യു, നേഴ്സിംഗ് പ്രൊഫസറാണ്. എനിക്ക് നേഴ്സസിനെയും നേഴ്സിംഗ് സ്റ്റുഡൻസിനെയും പോയി ഒത്തിരി ഇഷ്ടമാണ്. കഴിഞ്ഞ 6 വർഷത്തോളമായി ഞാൻ ഓരോ വർഷവും 2 നേഴ്സിംഗ് സ്റ്റുഡൻസിന് വീതം സാമാന്യം തെറ്റില്ലാത്ത ഒരു തുക സ്കോളർഷിപ്പായിട്ട് കൊടുത്തു വരുന്നുണ്ടായിരുന്നു. ഈ വർഷത്തെ സ്കോളർഷിപ്പും ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതാണ്.
എങ്കിലും സുതിമോളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുത്തേക്കാമെന്ന് കരുതി. ഇത്രയും വിഷമിക്കുന്ന ഈ സുതിമോൾക്കും ഒരു ചെറിയ സഹായമാവട്ടെ എന്ന് കരുതി മാത്രമാണ് സുതിമോൾക്ക് എത്രയും വേഗം ഒരു വീടെന്ന സാക്ഷാത്കാരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സുതിമോളെ വീട് വെച്ച് മാറുമ്പോൾ എന്നെ കൂടെ വിളിക്കണം കേട്ടോ. സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ആ ഒരു മനോഭാവം കണ്ടുകൊണ്ട് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് കേട്ടോ. കാരണം അത്രയും വിഷമത്തിൽ എനിക്കറിയാം, എനിക്കൊക്കെ അല്ലേ, നമുക്ക് മനുഷ്യരല്ലേ, നമുക്കെല്ലാം ശാലം വിഷമം വരുമ്പോൾ നമ്മളെന്ത് വിഷമിക്കും. പക്ഷെ ഇത്രയൊക്കെ ഈ വിഷമമുള്ള ഈ കൊച്ചിങ്ങനെ ചിരിച്ചാണേലും ഒരു കൂസലില്ലാതെ വന്ന ഒരു ചിരിയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കിത് കാണണമെന്ന് വെച്ചോട്ട് ഞാൻ വന്നതിൻ്റെ കാര്യം അതാ. കോട്ടക്കുന്തും ഇത്തിരി ക്ഷീണിച്ചു പോയി കേട്ടോ. അതിനകത്ത് കാണുമ്പോൾ നല്ല ഗുണ്ടുമണി പോലെയായിരുന്നു, പക്ഷെ ഇതാണ്ട് ഒട്ടും മണ്ണയില്ലല്ലേ. അതിപ്പോ കിടന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നാലും നടക്ക ഇരുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പം വേദനയൊക്കെ മാറിയോ? വേദന ഉണ്ട്, എങ്കിലും പണ്ടത്തെ പോലെ സഹിക്കാൻ വരാത്ത അങ്ങനത്തെ വേദന. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത്. എൻ്റെ നോട്ടത്തിൽ സുതിമോൾ ഒരു വലിയ സെലിബ്രിറ്റി തന്നെയാണ്. സുതിമോൾ ഈ ജീവിതത്തിനുള്ളിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഇവിടം വരെ എത്തിയത്. ഇത്രയും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ആ മുഖത്തെ പുഞ്ചിരി ഒട്ടും മാറാതെ തികച്ചും നിഷ്കളങ്കമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. പറയാതിരിക്കാൻ വയ്യ. സുതിമോളുടെ ഭർത്താവിൻ്റെ സ്നേഹവും കരുതലുമാണ് സുതിമോളുടെ ജീവിതത്തിൻ്റെ പ്രചോദനം. സുതിമോൾ പറഞ്ഞ ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഇനിയും ഇതുപോലത്തെ ഒരു അനുഭവം വേറെ ആർക്കും വരാതിരിക്കട്ടെ എന്ന്. ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ ഇവരെ തള്ളിക്കളഞ്ഞതുപോലെ വേറെ ആരും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഇവരൊരു കുടുംബമായിട്ട് എല്ലാവരും സുതിമോളെയും കുടുംബത്തെയും അംഗീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സുതിമോൾ എന്നോട് വളരെ ഹൃദയസ്പർശിയായ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ കുട്ടിയെ കാണാൻ വന്നത് ഈ കുട്ടി ജീവിതത്തോട് തോറ്റുപോകാതെ മല്ലടിച്ച് മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ്. അതെന്നെ വല്ലാതെ അങ്ങ് ഇൻസ്പയർ ആക്കി. പിന്നെ എന്നെക്കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയൊരു സഹായം ചെയ്യാനുമാണ് ഞാൻ ഇവിടെ വന്നത്. സുതിമോടെ തുറന്നുള്ള സംഭാഷണവും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആ കുട്ടിക്ക് താൻ അനുഭവിച്ച പ്രയാസങ്ങളൊന്നും പറയാൻ മടിയില്ലായിരുന്നു. അതുപോലെ വളരെ ക്രിട്ടിക്കലായ സംഭവങ്ങൾ പോലും എന്ത് ലാഘവത്തോടെയാണെന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്നും എനിക്ക് എന്താണ് മനസ്സിലായെന്നോ, ആ കുട്ടി തന്നോടും കുടുംബത്തോടും അല്ലെങ്കിൽ വേണ്ട സുതിമോൾക്കുണ്ടായ നിർഭാഗ്യങ്ങളെ എല്ലാം ഫൊർഗീവ് ചെയ്തിരിക്കുകയാണ്. ജീവിതത്തെ പോസിറ്റീവായി കാണുന്നത് കൊണ്ടാണ് മഴവിൽ മനോരമയുടെ സ്റ്റേജിൽ വന്നപ്പോഴും ഞങ്ങളോട് സംസാരിക്കുമ്പോഴും ചിരിച്ച മുഖവുമായി സംസാരിച്ചത്. പറയാതിരിക്കാൻ വയ്യ. അത് ആ കുട്ടിയുടെ നിഷ്കളങ്കതയെയും ഹൃദയ നൈർമല്യത്തെയും വിളിച്ചു പറയുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ, അപ്പോൾ സുതിമോൾ പറഞ്ഞൊരു കാര്യമാണ് എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തത്. ആ വിഷമത്തിലും പുള്ളിക്കാരി നോക്കി എന്താണെന്നറിയാവോ, പുള്ളിക്കാരിയേക്കാളും വിഷമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ ആ കുട്ടിക്ക് അത് സാരമില്ലെന്ന് തോന്നി. അതിനകത്തുനിന്നും കഷ്ടപ്പെട്ടാണേലും വിശന്നാണെങ്കിലും ജീവിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായി. മനസ്സിലായോ? അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് തന്നെ കാണണം. നമ്മളെക്കാളും ഭാഗ്യം കുറഞ്ഞവരെ നമ്മൾ നോക്കണം. നമുക്കല്ലാതെ പൊങ്ങി നിൽക്കുന്ന ആൾക്കാരെയല്ലേ നോക്കട്ടെ, കുറഞ്ഞ ആൾക്കാരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നല്ലൊരു ഹൃദയത്തോടും നല്ല രീതിയിലും ഒരു ജീവിച്ചാൽ നമ്മൾക്ക് ദൈവം അഭിവൃദ്ധി തന്നെ കൊണ്ടുത്തരുമെന്നുള്ളതാണ്. ആ കുട്ടി ശരിക്കും അഭിവൃദ്ധിയുടെ പാതയിൽ തന്നെയാണ്. സുതിമോളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആരും മറക്കണ്ട കേട്ടോ. സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം വിട്ടുകളയുക. നമ്മൾക്ക് കൺട്രോളുള്ള കാര്യത്തെ മാത്രം നമ്മൾ മൈൻഡ് ചെയ്യുക. അല്ലാത്തതിനെ ജസ്റ്റ് ലീവ് ഇറ്റ് അലോൺ. കാരണം ദൈവം അതിന് വേണ്ടി ഇതെല്ലാം ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ, ഭയങ്കര സന്തോഷമായിപ്പോയി. സുതിമോൾക്കാണെങ്കിലും ഞങ്ങളെ കണ്ടത് ഒത്തിരി, ഞങ്ങൾ അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. കാപ്പിയും പപ്സും ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞ് ഞാനത് വാങ്ങിച്ചു വെച്ചിരുന്നു കേട്ടോ. ഞാൻ അവിടുന്ന് കാപ്പിയും പപ്സും ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കിത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ബൈ.